181 പേജുകളും നമ്മൾ റിപ്പോർട്ടർ ടിവിക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ 181 പേജുകളിൽ ഈ 3 തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇത് പ്രസിദ്ധീകരിച്ചാൽ വിവാദമാകും, പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കുന്നതായതുകൊണ്ട് ചിലത് തുറന്നു പറയാമല്ലോ എന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ആ പുസ്തകത്തിന്റെ കണ്ടന്റിൽ ഇത് വിവാദമാകുമെന്ന് ഉറപ്പാണ് എന്നത് നിശ്ചയമാണ്. അത് ഇ.പി. എഴുതിയതായി പറയപ്പെടുന്നു, പക്ഷേ ഇ.പി. അത് നിഷേധിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഈ കണ്ടന്റിൽ ഈ ദിവസത്തെ പ്രാധാന്യം എന്താണ് എന്നത് വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നാൽ അത് ഉണ്ടാക്കാവുന്ന ആഘാതവും ആ കണ്ടന്റ് എഴുതിയവർക്ക് വ്യക്തമാണ്, അല്ലേ? അതുതന്നെയാണ്. നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ട് തന്നെ മാത്രം മതിയാകുമല്ലോ. അതായത് രണ്ടാം പിണറായി സർക്കാർ എത്രത്തോളം ദുർബലമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ എനിക്കുണ്ടായ വേദന, അങ്ങനെയുള്ള തലക്കെട്ടുകളോട് കൂടി തന്നെയാണ് ആ വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായും ഇന്നത്തെ വോട്ടെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അരുൺ, ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടതും. ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു എഴുത്തുകാരൻ മാത്രമല്ലല്ലോ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. പല വിവാദങ്ങൾക്ക് പിന്നാലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടയാളാണ്. തീർച്ചയായും എന്താണ് ഇ.പി. ജയരാജന് തുറന്നു പറയാനുള്ളതെന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ആകാംക്ഷയുടെ നോക്കുന്നതുമാണ്. ആ ഘട്ടത്തിൽ ഇ.പി. ജയരാജൻ ആത്മകഥയുമായി രംഗത്ത് വരുമ്പോൾ അതിൽ ബോംബുകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും സംശയകരമായ കാര്യം, ഇ.പി. ജയരാജൻ ഒരു ഡ്രാഫ്റ്റ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെങ്കിലും ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നൊരു സ്വാഭാവികമായ സംശയവും ഇതിലുണ്ട്. കാരണം DC-യുടെ ഈ പുസ്തകം, ഞാൻ പറഞ്ഞതുപോലെ ഈ പേജുകളെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ അതൊരു വെൽ കമ്പോസ്ഡ് ആണ്. ഇത് പ്രിന്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള കോപ്പിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അത്തരത്തിൽ എല്ലാ പേജുകളും കൃത്യമായി നമ്പർ ഇട്ട് തലക്കെട്ടുകളോടെ ഫോട്ടോകളൊക്കെ കൃത്യമായി കമ്പോസ് ചെയ്ത് വെച്ച്, അതായത് ഇ.പി. ജയരാജൻ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കൊപ്പം, പിണറായി വിജയനൊപ്പം, M.V. രാഘവനൊപ്പം, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായി ഓരോരോ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ, അതും പഴയ കാലത്തെ ഫോട്ടോ ഉൾപ്പെടെ കൃത്യമായി കമ്പോസ് ചെയ്തതാണ്. ഓരോ അധ്യായത്തിനും കൃത്യമായ ഹെഡിങ് ഉണ്ട്. അതിലാണ് ഈ പറഞ്ഞതുപോലെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗമുള്ളത്. ഏറ്റവും സംശയകരമായ കാര്യം, ഇ.പി. ഇത് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ആരാണ് എഴുതിയത് എന്നതാണ്. ഇ.പി.യുടെ എന്ന പേരിൽ DC-ക്ക് എങ്ങനെയാണ് ഇത് പുറത്തുവിടാനാവുക എന്നത് കൂടിയാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. അതായത് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ആണ് ഇത് കുറിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. കാരണം പല വിഷയങ്ങൾ ഇ.പി. ജയരാജൻ ഉയർത്തുന്നുണ്ട്. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച, പിണറായി സർക്കാരിന്റെ ദുർബലാവസ്ഥ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പാളിയത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ വിമർശനാത്മകമായി തന്നെ ഇതിൽ ഉയർത്തുമ്പോൾ ഇ.പി. ജയരാജൻ ഇത് ഓൺ ചെയ്യാതിരിക്കുമ്പോൾ ഇത് ആരെഴുതി എന്ന ചോദ്യമുണ്ട്. ഇത് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്താൻ DC-യെ പോലെയുള്ള ഒരു പ്രമുഖ പ്രസിദ്ധീകരണ സ്ഥാപനത്തിന് കഴിയുമോ എന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്തൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്, ഒന്നാമത്തെ പേജിൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാലമാണല്ലോ, വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയിലേക്കുള്ള യാത്ര എന്ന രീതിയിലാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഒടുവിൽ ആ പുസ്തകം തന്നെ മറ്റൊരു വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായി ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാണ് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ബാല്യം, സംഘർഷഭരിതമായ കൗമാരവും യൗവനവും, തുടർന്നുള്ള കാലം പൂർണ്ണമായും പൊതുപ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചു എന്നിങ്ങനെയാണ് പുസ്തകം തുടങ്ങുന്നത്. വിനീത, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരു പക്ഷേ ഇ.പി. ജയരാജൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആദ്യത്തെ കരടിൽ, ആദ്യത്തെ കയ്യെഴുത്തു പ്രതിയിൽ എഴുതിയിട്ടുണ്ടാവാം. എന്നാൽ കയ്യെഴുത്തു പ്രതിയിൽ എഴുതിയത് അച്ചടിച്ചു വരുമ്പോൾ പിന്നീട് എഴുത്തുകാരൻ അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും, ചിലത് വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാവും. അതിനുശേഷമാണ് അന്തിമാനുമതി നൽകുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിനൊരു അന്തിമാനുമതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത് പുസ്തകത്തിൻ്റെ ഭാഗമാകണോ വേണ്ടയോ എന്ന് എഴുത്തുകാരൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് അത് വെളിച്ചം കാണുക, അത് എഴുത്തുകാരൻ്റെതായി എന്ന് പറയാൻ കഴിയുക. ഇവിടെ ഇ.പി. ഇത് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അത് അവിടെ അവസാനിക്കുകയാണ്. ഇവിടെ DC-യുടെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളടക്കം ചോർന്നുപോയി എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഈ കരാർ ഇപ്പോൾ DC-ക്ക് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇ.പി. വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ DC വെട്ടിലാവുകയാണ്, അല്ലേ?
അതെ, നമ്മൾ രവി DC വിളിക്കുമ്പോൾ അദ്ദേഹം ഷാർജ ബുക്ക് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ വിദേശത്താണുള്ളത്. നാട്ടിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായി ഈ വിവാദങ്ങൾ ഇപ്പോൾ രവി DC അറിഞ്ഞു കാണണം, എന്തായാലും ഇടപെട്ട് കാണണം. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഒരു പക്ഷേ ഇത് നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഈ പുസ്തകം റദ്ദാക്കുന്നു എന്ന് പറയുന്നില്ല DC, നീട്ടിവെക്കുന്നു പ്രസാധനം എന്നതാണ്. അതിന്റെ ഉള്ളടക്കത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതായത് എഡിറ്റിംഗിന് വിധേയമായി ചിലപ്പോൾ പുറത്തിറക്കാമെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. അതിന് താഴെ ഇപ്പോൾ കമന്റിൽ ഇത്തരത്തിൽ ചീത്തവിളികളുടെ ഒരു പ്രളയമാണ് എന്ന് തന്നെ പറയണം. കമന്റ് ബോക്സ് പൂട്ടേണ്ട അവസ്ഥയാണ്. അതിനുശേഷവും DC-യുടേതായ പല പോസ്റ്റുകളും വരുന്നൊക്കെയുണ്ട്. അതിന് താഴെയും ഇത്തരത്തിൽ EP ജയരാജനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെയായി കമന്റുകൾ ഇടുന്നുണ്ട്. ഏതായാലും DC ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും പ്രസാധനവുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ ഉള്ളടക്കം പുറത്തു വരാൻ ഇടയാക്കിയത് എന്ന് അറിയണം. പക്ഷേ EP ജയരാജന്റെ അനുമതി ഇല്ലാതെ ഈ കവർ പേജ് എങ്ങനെയാണ് പുറത്തിറക്കാനാവുക? ആ ഫേസ്ബുക്ക് പേജിൽ തന്നെ പറയുന്നത് ഉടൻ പുറത്തിറങ്ങുന്നു, EP ജയരാജനെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് EP ജയരാജൻ അറിയാതെ പുറത്തു വരുമോ എന്നുള്ളതാണ്. മാത്രമല്ല EP ജയരാജനെ അതിൽ ടാഗ് ചെയ്തിട്ടുമുണ്ട്. EP ജയരാജന്റെ പേജിൽ ഞാൻ അല്പം മുൻപ് നോക്കുമ്പോഴും അത് ടാഗ് ചെയ്തുകൊണ്ട് EP ജയരാജന്റെ പേജിലും അത് ദൃശ്യമാണ് എന്നുള്ളതാണ്. അത് പക്ഷേ അഡ്മിൻ ആരെങ്കിലും അറിഞ്ഞു കാണില്ല, അത് മാറ്റേണ്ടതുണ്ടായിരിക്കാം. പക്ഷേ EP ജയരാജൻ ഇതിന്റെ ഉള്ളടക്കം അത് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ കവർ പേജ് വരെ ശരിയാണ്, ഇത് ഉടൻ പുറത്തിറക്കുന്നു എന്ന മട്ടിൽ പോലും DC-ക്ക് ഇറക്കാം. അത് ഇന്നലെ രാത്രി പോസ്റ്റ് ഇടുകയും ചെയ്യാം. പക്ഷേ ഇതിന്റെ ഉള്ളടക്കം എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതുവരെ DC ചെയ്ത കാര്യങ്ങൾ ശരിയാണ്. ഉള്ളടക്കം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി മാത്രം പുറത്തു വിട്ടതാണെങ്കിൽ അത് പക്ഷേ EP ജയരാജൻ ഓൺ ചെയ്യാതിരിക്കുന്നിടത്തോളം അത് DC-യെ തന്നെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്. മാത്രമല്ല അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതി പോലെ EP തയ്യാറാക്കിയത് മറ്റൊരാളെ ടൈപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചതാണെങ്കിൽ അവിടെ നിന്ന് ചോരില്ല എന്ന് EP ജയരാജന് വ്യക്തമാണ്. കാരണം ഇതൊരു കയ്യെഴുത്ത് പ്രതിയൊന്നും അല്ല പുറത്തു വന്നിരിക്കുന്നതും. ഞാൻ പറഞ്ഞതുപോലെ DC-യിൽ നിന്ന് തന്നെ വെൽ കമ്പോസ്ഡ് ആയ ഒരു രൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഫോട്ടോകളും പാരഗ്രാഫും ഒക്കെ തിരിച്ചുകൊണ്ട്, തലക്കെട്ടുകളൊക്കെ തിരിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് വിവാദമാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അത് ആ ചാപ്റ്ററിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പുറത്തു വന്നാൽ അത് ചർച്ചയാകും, വിവാദമാകും എന്നതുകൊണ്ട് തന്നെയാണ് ഇത് കഴിഞ്ഞ ശേഷം പുറത്തിറക്കുക. അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പുറത്തിറക്കാൻ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇത് DC ഈ പോസ്റ്റ് ഇട്ടത് എന്ന് വ്യക്തവുമാണ്. പക്ഷേ ഇതിൽ EP ജയരാജൻ ഇത് ഏത് രീതിയിലാണ് സമ്മതം കൊടുത്തിരിക്കുന്നത്, ഇതിൽ ഏതൊക്കെ ഭാഗം പ്രസിദ്ധീകരിക്കാനാണ് സമ്മതം കൊടുത്തിരിക്കുന്നത് എന്നാണ്. തലക്കെട്ട് പോലും അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ പോലും ഇതല്ല എന്ന് EP ജയരാജൻ പറയുന്നുമുണ്ട്. അദ്ദേഹത്തിന് അത് കോൺഫിഡന്റ് ആയി തന്നെ നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ DC എങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു പോലും പോസ്റ്റ് ഇടുക എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിൽ ആർക്കാണ് പിഴവ് വെച്ചത് അല്ലെങ്കിൽ ആരാണ് ഇതിൽ നുണ പറയുന്നത് എന്നറിയണം. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഈ കണ്ടന്റായി പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഗുരുതരം തന്നെയാണ്. P സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളുന്നുണ്ട്, പിണറായി സർക്കാരിനെ, രണ്ടാം പിണറായി സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. PV അൻവറിന്റെ വിമർശനങ്ങൾ LDF-ന് തിരിച്ചടിയാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന EP ജയരാജന്റെ വാക്കുകളായി അത് പുറത്തു വരുന്നത് തന്നെയാണ് പ്രശ്നം. അദ്ദേഹം ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി എന്തായാലും ഇതിലൊരു അന്വേഷണം അത്യാവശ്യമാണ്. EP-യുടെ തുടർ നീക്കങ്ങൾ പ്രധാനമാണ്, DC-യുടെ വിശദീകരണം പ്രധാനമാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇതിൽ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഉടൻ തന്നെ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.